ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ഡ്രൈ ഫ്രൈ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഇത്തിരി സ്പൈസി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ നമുക്ക് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാനായിട്ട് നോക്കിയാലോ. അതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. ഇതിപ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 ടീസ്പൂൺ നിറച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ജിഞ്ചർ ഗാർലിക് ചില്ലി പേസ്റ്റ് ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. കാശ്മീരി ചില്ലി പൗഡർ ഇല്ലെങ്കിൽ സാധാ എരിവുള്ള മുളക് പൊടിയില്ല, അത് ഇട്ട് കൊടുത്താൽ മതി. അത് ഇട്ട് കൊടുക്കുമ്പോൾ 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ്, കുത്തിപ്പൊടിച്ച മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ അരിപ്പൊടി. നല്ല നൈസായിട്ടുള്ള അരിപ്പൊടിയാണ് കേട്ടോ ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. 1 ടേബിൾ സ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. പിന്നെ ഇതിലേക്ക് 1/4 കപ്പ് തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇത് നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാനായിട്ട് നോക്കാം. അപ്പോൾ ഇത് ചിക്കനിൽ നല്ലപോലെ മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. ഇതൊരു 1/2 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. അതിനുശേഷം നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇനി 1/2 മണിക്കൂറിൽ കൂടുതൽ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. 2 മണിക്കൂർ വേണമെങ്കിൽ വെക്കാം. അതിനുശേഷം എടുത്ത് ഫ്രൈ ചെയ്താൽ മതി. ഞാനിപ്പോൾ 1/2 മണിക്കൂറേ വെക്കണുള്ളൂ. അപ്പോൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ട് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാനായിട്ട് നോക്കാം. അപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മസാല പുരട്ടി വെച്ചിട്ടുള്ള ചിക്കൻ പീസോളം ഇട്ട് കൊടുക്കാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ചിക്കൻ കഷ്ണങ്ങളെല്ലാതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിത് അടച്ച് വെച്ചിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ അടച്ച് വെച്ച് ഫ്രൈ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഇത് ഫ്രൈ ആയി വരും. അപ്പോൾ ചിക്കൻ്റെ ഒരു സൈഡ് ആയി വന്നിട്ടുണ്ട്. ഞാൻ അടുത്ത സൈഡ് ആവാൻ വേണ്ടിയിട്ട് ഈ ചിക്കൻ കഷ്ണങ്ങൾ മറച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഇത് വീണ്ടും അടച്ചു വെച്ചിട്ട് ഫ്രൈ ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള ചിക്കൻ കഷ്ണങ്ങളെല്ലാതും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഫ്രൈ ആയി എടുക്കുമ്പോൾ കൂടുതൽ മൊരിയിച്ചെടുക്കരുത് കേട്ടോ. ഈ ഒരു കളറിൽ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് തൊലി കളഞ്ഞ് വെച്ചിട്ടുള്ള വെളുത്തുള്ളി നടുകീറിയത് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 15 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. ഈ കാണുന്ന ചിക്കനിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ കുറച്ച് സവാള ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞത്, അതിൻ്റെ ഒപ്പം തന്നെ ഒരു 4 പച്ചമുളക്, അതുപോലെ കുറച്ച് കറിവേപ്പില കുറച്ച് അധികം ആയാലും കുഴപ്പമില്ല, നല്ലൊരു ഫ്ലേവറാണ് നമ്മുടെ ചിക്കനിലൊക്കെ കിട്ടുക. എന്നിട്ട് ഇത് വീണ്ടും നമുക്കിതുപോലെ 2 മിനിറ്റ് കണ്ടിന്യൂസ്ലി ഒന്ന് ഇളക്കി കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴേ നമ്മൾ ആ പച്ചമുളകിൻ്റെയും അതുപോലെ തന്നെ ആ വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുള്ള കറിവേപ്പിലൊക്കെ ഫ്ലേവർ ശരിക്കും നമ്മുടെ ചിക്കൻ പീസുകളിലൊക്കെ ശരിക്കും ഇറങ്ങി പിടിക്കുന്ന പറയില്ലേ, കഴിക്കുമ്പോൾ തന്നെ പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ഫൈനലി ഞാനിതിലേക്ക് കുറച്ച് ക്യാപ്സിക്കം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ക്യാപ്സിക്കം നമ്മൾ ചിക്കൻ ആ ഓയിലിൽ നിന്ന് എടുക്കുന്നതിന് 2 മിനിറ്റ് മുന്നേ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ക്യാപ്സിക്കം പെട്ടെന്ന് ഇങ്ങനെ വാടി വരേ. ഇനി ഞാനിത് കോരിയെടുക്കുകയാണ് ഓയിലിൽ നിന്ന്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു അരിപ്പ പോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ എടുക്കുകയാണ് ഏറ്റവും സൗകര്യം. ഒരു പാത്രത്തിലേക്ക് പകർത്തി വയ്ക്കുകയാണ് കേട്ടോ. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള മസാല പുരട്ടിയിട്ടുള്ള ചിക്കൻ പീസുകൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വറുത്തെടുത്തതിന് ശേഷം നേരത്തെ കാണിച്ചില്ലേ സവാളയും വെളുത്തുള്ളി എല്ലാം ഇട്ടിട്ട് അത് 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്നും കൂടി ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ആദ്യം ഞാൻ ഈ ചിക്കൻ വറുത്തെടുത്തതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ ഇത് ചിക്കൻ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ ഇതിലേക്ക് ക്യൂബ്സ് ആക്കിയിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും അതുപോലെ തന്നെ വെളുത്തുള്ളി, അതുപോലെ തന്നെ പച്ചമുളക്, കറിവേപ്പില ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് 2 മിനിറ്റ് നമുക്ക് കണ്ടിന്യൂസ്ലി ഇളക്കി കൊടുക്കാം കേട്ടോ. ഫൈനലി ചിക്കൻ എടുക്കുന്നതിന് 2 മിനിറ്റ് മുന്നേ കുറച്ച് ക്യാപ്സിക്കം അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഇത് ഓയിലിൽ നിന്ന് കോരിയെടുക്കാനായിട്ട് നോക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ ചിക്കൻ കഷ്ണങ്ങളെല്ലാതും ഓയിലിൽ നിന്ന് കോരിയെടുക്കാനായിട്ട് നോക്കാം കേട്ടോ.
ഇതിപ്പോൾ ഒരു സ്റ്റാർട്ടറൊക്കെ ആയിട്ട് കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലിപ്പോൾ ഫ്രൈഡ് റൈസിൻ്റെ ഒക്കെ ഒപ്പം ഈ ഒരു ചിക്കൻ ഫ്രൈ മാത്രം മതി ചോറിനാനായിട്ട്. വേറെ ഒറ്റ കറിയില്ലെങ്കിലും ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഡ്രൈ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ചെറുനാരങ്ങയുടെ നീര് പിഴിഞ്ഞെടുക്കാനായിട്ട് നോക്കാം. ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുത്തിട്ട് ഈ ചിക്കൻ ഫ്രൈ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ വേറെ പാത്രത്തിലേക്ക് പകർത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള പകുതി ചെറുനാരങ്ങ നീരും കൂടി ഞാൻ അതിലേക്ക് പിഴിഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ? അപ്പോൾ നമ്മൾ ഈ ഒഴിച്ചു കൊടുത്തിട്ടുള്ള ചെറുനാരങ്ങ നീര് നമ്മുടെ എല്ലാ ചിക്കൻ കഷ്ണങ്ങളിലും ഒരേപോലെ പിടിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഡ്രൈ ഫ്രൈ ആണ്. ഏകദേശം നമ്മളൊരു 65 മോഡൽ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഇത് കഴിക്കുമ്പോൾ നമ്മൾ ചിക്കൻ കഷ്ണങ്ങൾ മാത്രമായിട്ട് എടുത്ത് കഴിക്കരുത്. എനിക്കറിയാം എല്ലാവർക്കും അതെങ്ങനെ കഴിക്കാമെന്നൊക്കെ അറിയാമെന്ന്. പക്ഷേ ഞാൻ എടുത്ത് പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ മസാലയും കൂടിയും കൂട്ടി കഴിക്കുമ്പോഴാണ് കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എടുത്ത് പറയുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി നോക്കണം. കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടനടുത്തുള്ള ബെല്ലൈക്കനെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വരുന്ന ഓൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.